ഈ ഉമ്മത്തിന്റെ ആദ്യകാലം വിജയിച്ചത് അടിയുറപ്പുള്ള വിശ്വാസം കൊണ്ടും ഈ ലോകത്തിന്റെ ഭൗതികതയെ നിസ്സാരമായി കണ്ടതിന്റെ പേരിലുമാണ്. ഈ ഉമ്മത്തിന്റെ അവസാനം ഇനി നശിക്കാൻ പോകുന്നത്, അത് നമ്മളാണോ അറിയില്ല, ആവാം. ഉമ്മത്തിന്റെ അവസാനം നശിക്കാൻ പോകുന്നത് ബിൽ ബുഖുലി വൽ അമൽ, പിശുക്ക് കാണിച്ചുകൊണ്ടും ദുന്യാവിൽ തന്നെ ജീവിക്കണം എന്ന അമിതമായ കൊതിയുണ്ടാകുമ്പോഴാണ്. പൈസ ഉണ്ടാക്കുക എന്നത് ലക്ഷ്യമാവരുത്. പൈസ ഉണ്ടാക്കിയിട്ട് എന്താ നീ ചെയ്യാൻ പോകുന്നത്? കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി സ്ഥലം വാങ്ങിച്ചു വെക്കലാണോ? ആർക്കും കൊടുക്കൂല, ദീനിനും കൊടുക്കൂല, മദ്രസക്കും കൊടുക്കൂല, പള്ളിക്കും കൊടുക്കൂല, ഒന്നിനും കൊടുക്കൂല. എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു വന്നാൽ കുറേ ബുദ്ധിമുട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ അവർ തിരിച്ചു പോകും. ഇയാൾക്കില്ലാത്തത് കൊണ്ടാണോ? അല്ല, അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയാൾ ഉദ്ദേശിക്കുന്നത് ഇത് എനിക്കും കുട്ടികൾക്കും മാത്രം ഉള്ളതാണെന്നാണ്. ഇത് പിശുക്കാണ്. അതിൻ്റെ പേരാണ് ബഖീൽ. വൽ അമൽ, കുറേ ഉണ്ടാക്കണം, കുറേ സമ്പാദിക്കണം, ഇനി ഇത്രയൊന്നും പോരാ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നിഅമത്തിന് നന്ദി ചെയ്യാതെ മനുഷ്യൻ കാണിക്കുന്ന ആർത്തി, ഗ്രീഡ്, ഇത് രണ്ടും കൊണ്ട് ഈ ഉമ്മത്ത് നശിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിങ്ങനെ ആലോചിച്ചാൽ കാണാൻ കഴിയും. വഹീന്റെ വെളിച്ചം അങ്ങനെയാണ്. വഹീന്റെ അടയാളപ്പെടുത്തലുകളുടെ ഒരു പ്രത്യേകത അത് ജീവിതത്തിൽ കാണാൻ കഴിയും നമുക്ക്. മനുഷ്യൻ പരാജയപ്പെടുന്നതിൻ്റെ രണ്ട് കാരണം ഇതാണ്. കാരണം പൊതു പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ സാമ്പത്തികമായ സഹായം വേണ്ടിവരും. അത് ഉമ്മത്ത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അവിടെ പിശുക്ക് കാണിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ, അവൻ്റെ മലായികത്തുൽ കിറാം ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഫറജ വർ-റൗഹ ഫിൽ യഖീനി വർ-റിളാ ഇന്നൽ ഹമ്മ വൽ ഹസൻ ഫിശ്ശക്കി വസ്സഖത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ പണ്ഡിതനായ സ്വഹാബിയാണ്. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ തങ്ങളെപ്പോലെ ചേർത്ത് പറയുന്ന ആയിഷ ബീവിയെ പോലെ ഒരുമിച്ച് പറയപ്പെടുന്ന റാവികളിൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി കൂടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട മഹാപണ്ഡിതൻ. ഞാൻ പറയാണ്, ഇന്നൽ ഫറജ വർ-റൗഹ്, അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നതും, വർ-റൗഹ നമുക്ക് സമാധാനം നൽകുന്നതും, ഫിൽ യഖീനി വർ-റിളാ, ഒന്ന് യഖീനിലാണ്, വർ-റിളാ അല്ലാഹു നൽകുന്നത് തൃപ്തിപ്പെടുന്നതിലാണ്. അല്ലാഹു പറയുന്ന വിഷയങ്ങൾ, വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ, ആ ഹദീസുകൾ സത്യസന്ധമാണെന്നും അല്ലാഹുവിൻ്റെ വഹിയാണെന്നും മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഖൽബിൽ പിന്നെ ഒരു ചാഞ്ചാട്ടം വരെ, ഇത് ഹദീസിൽ പുണ്യനബി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത്. ഇന്നൽ ഹമ്മ വൽ ഹസൻ, മനുഷ്യന് സങ്കടം വരുന്നത്, ദുഃഖം വരുന്നത്, ഫിശ്ശക്കി വസ്സഖത്, അല്ലാഹുവിൻ്റെ വിഷയത്തിൽ സംശയം വരുമ്പോഴാണ്. വസ്സഖതി, അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ദേഷ്യപ്പെടുമ്പോഴാണ്. അല്ലാഹു നൽകുന്നത് തൃപ്തിപ്പെടാതിരിക്കുമ്പോഴും മനസ്സിനുള്ളിൽ സംശയരോഗം കൊണ്ട് നടക്കുമ്പോഴുമാണ് അല്ലാഹു തആല ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുന്നതത്രേ. എത്രത്തോളം നമ്മൾ അല്ലാഹുവിൻ്റെ ശരീഅത്തിനെ സംബന്ധിച്ച് സംശയാലുക്കളാകുന്നുണ്ടോ അത്രക്ക് മനസ്സിനുള്ളിൽ സങ്കടവും പ്രയാസവും വർദ്ധിക്കുമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു പരിശുദ്ധമായ വചനത്തിൻ്റെ സാരം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണോ പഠിപ്പിച്ചത് അതിൽ സംശയലേശമന്യേ ഹൃദയത്തോട് നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക. അതിൽ പിന്നെ വേറെ സംശയം വരരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് ومن يسلم وجهه إلى الله وهو مؤمن فقد استمسك بالعروة الوثقى ومن يسلم وجهه إلى الله, ആരാണോ അവരുടെ മനസ്സ് അല്ലാഹുവിനെ സമർപ്പിക്കുന്നത്, വഹുവ മുഹ്സിനുൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന് സമർപ്പിതമായി ആരാണോ ജീവിക്കുന്നത്,
ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു കയറാണ് അവരെ പിടിച്ചു വെച്ചത്, ഒരിക്കലും മുറിഞ്ഞു പോകാത്തത്. ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. അതുകൊണ്ടാണ് സ്വഹാബിമാർ വിശുദ്ധ ഖുർആനിലൂടെ അവരോട് മദ്യപാനം നിർത്തേണമേ, ലഹരി ഉപയോഗിക്കരുതേ, മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ എന്ന ഒരു സൂചനയല്ല, വ്യക്തമായ ഖുർആനിന്റെ നിർദ്ദേശം വന്നപ്പോഴേ സൂറത്തുൽ മാഇദയിലാണത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. തീർച്ചയായും മനുഷ്യരെ, നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യം, ലഹരി, ബുദ്ധിയെ മറച്ചുകളയുന്നത്, നിങ്ങളെ മത്ത് പിടിപ്പിക്കുന്നത്, ഒരൽപ്പനേരത്തേക്കെങ്കിലും സ്വബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതെല്ലാം എല്ലാ മുസ്കിറുകളും, എല്ലാ ഇൻടോക്സിക്കൻസ്, എല്ലാ ലഹരി പരത്തുന്ന സാധനങ്ങൾ. കുല്ലു മുസ്കിരിൻ ഹറാം വമാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊരു സാധനം കുറച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്ത് വരുമോ, നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ, അത് കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുപയോഗിക്കലും ഹറാമ് തന്നെ. പിന്നെ അവിടെ ചോദ്യമല്ല, നാം തൊട്ട് നോക്കാൻ പറ്റുമോ, ഒന്ന് നാവിൽ വെച്ച് നോക്കാൻ പറ്റുമോ? പറ്റില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലമ്മാ നാദൽ മുനാദി ഫിൽ മദീന. മദീനയുടെ തെരുവുകളിലൂടെ ഒരു സ്വഹാബി വിളിച്ചു പറയുകയായിരുന്നു, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്. അറിയണേ കച്ചവടക്കാരെ അറിയണേ, മദ്യം അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ഈ ഒരു വർത്തമാനം ഹദീസ് നിബിതങ്ങൾ ഓതി കേൾപ്പിച്ചതല്ല അവർക്ക്, നിബിതങ്ങൾ അവിടുത്തെ സ്വഹാബികൾക്ക് ഓതി കേൾപ്പിച്ചു. അപ്പോഴേക്കും ആ വിവരവുമായി മദീനയുടെ അങ്ങാടികളിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോ മദ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പിടാവുകൾ, ഭരണികൾ, ആ ഭരണികളിലേക്ക് ചെല്ലുകയും അവരത് ഉടച്ച് തകർക്കുകയാണ് ചെയ്തത്. ഈ മദ്യം എത്ര കാശിനുള്ളതാണ്, എത്ര ലാഭം കിട്ടാനുള്ളതാണ്, കച്ചവടത്തിന്റെ നഷ്ടം എത്രയാണ്, ഇതൊന്നും അവർ നോക്കിയിട്ടില്ല. അള്ളാഹുവിന് വേണ്ടേ, പിന്നെ ഞങ്ങൾക്ക് വേണ്ട. അതാണ് ഈമാൻ. പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടോ, വെറുതെ കിട്ടോ, ഫ്രീ കിട്ടോ, ഡിസ്കൗണ്ടിന് കിട്ടോ, ഇതല്ല മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹു ആളുകൾക്ക് മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മുന്തിരിച്ചാറിൽ നിന്നവരും ലഹരി ഉണ്ടാക്കുമായിരുന്നു. വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബ് തത്തഖിദൂന മിൻഹു സകറൻ വറിസ്ഖൻ ഹസനാ. ഈത്തപ്പഴം മധുരമുള്ള മുന്തിരി, അതിൽ നിന്നെല്ലാം നല്ല ഭക്ഷണങ്ങളും കൂട്ടത്തിൽ ലഹരിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിന്റെ ഇടപെടൽ. ആ മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാദാ മുനാദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയുമായി വന്ന ഹബീബായ നബി തങ്ങളുടെ അറിവുമായി വിളിച്ചു പറയാൻ വന്ന ഒരാൾ, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്. ഗ്ലാസിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കെ മദീനയിലെ മുതലാളിമാർ അതൊന്ന് ചുണ്ടിലേക്ക് വെക്കുക പോലും ചെയ്യാതെ, റമളാനിൽ വാങ്ക് വിളിക്കുമ്പോൾ അത്താഴത്തിന്റെ സമയം തീർന്നു എന്ന് പറയുമ്പോൾ വായിൽ വെച്ചത് ഇറക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ, അതുപോലും പറ്റില്ല. എന്നാലും മനുഷ്യന് തോന്നിപ്പോകും അതങ്ങ് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. സ്വഹാബിമാർ ലഹരിയുടെ വിഷയത്തിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുമ്പോൾ അവർ മുഴുവനായും അത് ഒഴിക്കുകയാണ് ഉണ്ടായത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറങ്ങിയപ്പോൾ
ഹത്താ ജറത് ഫീ സികകിൽ മദീനതി വതുർഖാതിഹാ, മദീനയുടെ വഴികളിലും ഓരങ്ങളിലും മദ്യം ഒഴുകിക്കിടക്കുകയായിരുന്നു. അവർക്ക് പ്രശ്നം തോന്നിയില്ല. കച്ചവടമല്ലേ, ലഹരി നിരോധിക്കുമ്പോൾ, മദ്യം നിരോധിക്കുമ്പോൾ സമരം കാണും. ചെത്തു തൊഴിലാളികളുടേത് അല്ലാത്തവരുടേത്, വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ജോലി നഷ്ടപ്പെടില്ലേ? സ്വഹാബിമാർ ഒരാളും അവരുടെ വരുമാനത്തെക്കുറിച്ച് അവിടെ ആലോചിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആയത്ത് കേട്ട് ആദ്യം പറഞ്ഞത്, നബിയേ അല്ലാഹു ഞങ്ങളോട് നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ. ഇൻതഹൈന, ഞങ്ങൾ നിർത്തി നബിയേ, ഞങ്ങൾ നിർത്തി. അതാണ് യഖീൻ. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. പുണ്യ നബിയോട് അല്ലാഹു തആല ആഹ്വാനം ചെയ്യുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. മുസ്ലിമച്ചുകളായ എല്ലാ പെൺകുട്ടികളും, പ്രായപൂർത്തിയാവാനടുത്തവർ, വിവേകവും ബുദ്ധിയുമായ മക്കളെ, പെൺകുട്ടികളെ, പെണ്ണുങ്ങളെ, അവർ നിർബന്ധമായും അവരുടെ മുഖം മറക്കണം. അല്ലെങ്കിൽ മുഖമക്കന മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കേണ്ടതാണ് എന്ന് അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖമക്കന ഉപയോഗിക്കുന്ന അതേ വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കണം എന്ന് അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ മുഹാജിറുകളും അൻസ്വാരികളുമായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുകയാണ്. അവർക്കങ്ങനെ ഒരു മുഖമക്കന നീളമുള്ളത് കിട്ടുമായിരുന്നില്ല. അന്ന് പുതപ്പുകളും വിരിപ്പുകളും തുണിക്കഷ്ണങ്ങളും എടുത്തിട്ട് അവരുടനെ അണിയുകയാണ്. ഹബീബായ നബി തങ്ങളോട് അല്ലാഹു അറിയിച്ചു കൊടുത്ത പോലെ ഫഖ്തമറുന ബിഹാ, അച്ചടക്കമുള്ള വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഖുറൈശി പെണ്ണുങ്ങൾ മഹത്വമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിനോട് ഇത്രമേൽ പ്രതിബദ്ധത കാണിച്ച പെണ്ണുങ്ങൾ അൻസ്വാരി പെണ്ണുങ്ങളാണ്, മദീനയിലെ പെണ്ണുങ്ങളാണ്. അവരാരും കാത്തു നിന്നില്ല, ഞങ്ങൾക്ക് ഒരു മുഖമക്കന വലുത് വരട്ടെ, അങ്ങാടിയിൽ മാർക്കറ്റിൽ അത് ഇറങ്ങട്ടെ, ഞങ്ങളുടെ ടൈലറൊന്ന് തുന്നിത്തരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ കിട്ടിയ വസ്ത്രം കൊണ്ട് അവരുടെ നെഞ്ചും ഒരുമിച്ച് മറക്കുന്ന വിധമാണ് അവർ വസ്ത്രവിധാനം ചെയ്തത്. ഇത് അല്ലാഹുവിൻ്റെ വിവരത്തിൽ, അല്ലാഹു നൽകുന്ന അറിവിൽ പിന്നെ ചോദ്യം ചെയ്യാതെയുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകരിക്കലാണ്. ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടും. ഇതില്ല, നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നും അല്ലാഹുവിൻ്റെ അടുത്ത് പുല്ല് വില ഉണ്ടാവില്ല. നമ്മൾ ഈ ചിന്താബോധമൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഖൽബിനുള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള യഖീൻ എത്രയാണ്? വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി 17 മാസത്തോളം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയേ, ആകാശത്തേക്ക് കണ്ണുയർത്തി നിങ്ങൾ കാത്തി നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയേ. അവിടുത്തെ വല്ലിപ്പയായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം, നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയാണ് ഇസ്മാഈൽ നബി. അവരുടെ ഉപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ അവിടുത്തെ വല്ലിപ്പയും ഓനും ഉണ്ടാക്കിയ മസ്ജിദുൽ ഹറാമിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. ഈ ഭൂമിയിൽ ആദ്യമായി അല്ലാഹുവിനെ നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ, ആദ്യത്തെ മസ്ജിദല്ലയോ കഅബ? ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ്. അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ഹബീബായ നബിക്ക് ആഗ്രഹമുണ്ട് മനസ്സിലെ. പക്ഷെ അല്ലാഹു ആഹ്വാനം ചെയ്തത് മസ്ജിദുൽ അഖ്സയിലേക്ക്, ജെറൂസലേമിലേക്ക്, മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ്. അങ്ങനെ ഹബീബായ നബി കാത്തിരിക്കുമായിരുന്നു. എപ്പോഴാണോ ഖിബില മാറ്റം, കഅബയിലേക്ക് തിരിക്കണം എന്ന് അല്ലാഹു പറയുന്ന വിവരവുമായി ജിബ്രീൽ അലൈഹിസ്സലാം
എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നബി തങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക്, അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത്. ഫിസ്സമാ, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ, ഇനി കഅബയിലേക്ക് തിരിഞ്ഞോളൂ നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അല്ലാഹു കാണുന്നുണ്ട് നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങയുടെ പരിശുദ്ധമായ വജ്ഹ്, അങ്ങയുടെ മുഖം ഇനി ഇതാ അങ്ങും മുസ്ലിമീങ്ങളും കഅബയിലേക്കാണ് തിരിയേണ്ടത്. ആ വിവരം ഹബീബായ നബി തങ്ങൾക്ക് വന്നു, വഹി വന്നു. സ്വഹാബിമാർ മസ്ജിദുൽ ഖിബ്ലതൈനിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഖിബ്ലതൈൻ മദീനയിൽ പോയ മുഴുവൻ ആളുകളും സന്ദർശിക്കാറുണ്ടല്ലോ. രണ്ട് ഖിബ്ലയിലേക്ക് നിന്ന പള്ളിയാണത്. ഒരു ഭാഗം വടക്കിലേക്കാണ് ഖിബ്ല, കഅബ കിടക്കുന്ന തെക്കിലേക്കാണ്, നേരെ ഓപ്പോസിറ്റ്. അസ്ർ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലാണ് സ്വഹാബിമാർക്ക് വിവരം കിട്ടുന്നത്, കഅബാലയത്തിലേക്ക് മുഖം തിരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂലിന് വഹി വന്നിരിക്കുന്നു. അവരാരും പറഞ്ഞില്ല, എന്നാൽ അസ്റങ്ങ് കഴിഞ്ഞോട്ടെ, മഗ്രിബ് മുതലാവാം. കാരണം ഒന്നാകെ തിരിയണ്ടേ. ഇങ്ങോട്ട് റുക്വയിൽ കിടക്കുന്ന മുഅ്മിൻ നേരെ തിരിയണം തെക്ക് ഭാഗത്തേക്ക്. മക്ക തെക്കിലാണ്, മസ്ജിദുൽ അഖ്സ ജെറൂസലേം വടക്കിലാണ്. വടക്കിലേക്ക് തിരിഞ്ഞു നിന്ന സ്വഹാബിമാർ തെക്കിലേക്ക് തിരിയ, ഇമാമ ബാക്കിലും മഅ്മൂമിങ്ങൾ മുമ്പിലോ. അപ്പോൾ 2 റക്അത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ പോലും ഒരു സ്വഹാബിയോ ഒരാളും അക്കൂട്ടത്തിൽ എനിക്കിത് ചെയ്യാൻ നേരായില്ലെന്നോ ഇപ്പൊ പറ്റില്ലെന്നോ ഇത് പ്രയാസമാണെന്നോ പറഞ്ഞ് മാറി നിന്നില്ല. എല്ലാവരും കഅബയിലേക്ക് തിരിയുകയാണുണ്ടായത്. റുക്കൂഇന്റെ നൃത്തത്തിൽ, റുക്കൂഇൽ നിന്ന് തിരിഞ്ഞു നോക്കി വലിയ തല പിന്നും ചിലപ്പോൾ. ആ ഒരൊറ്റ നൃത്തത്തിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് തിരിയാണ്, കഅബാലയത്തിലേക്ക്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വന്നു, എന്നാൽ പിന്നെ ചോദ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം കാണുന്നു. സ്വർണത്തിന്റെ മോതിരം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത് കയ്യിൽ നിന്ന് ഊരിയിട്ട്, വെള്ളിയുടെ മോതിരം അത് സുന്നത്താണ്, നിങ്ങൾ കണിയാം. പക്ഷേ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ. യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയദഉഹാ ഫീ യദിഹി, നിങ്ങളിൽ ചില ആളുകൾ നരകത്തിന്റെ തീക്കനൽ കയ്യിൽ വെച്ച് കൊണ്ടിരിക്കുകയാണോ, കഴുത്തിൽ ചാർത്തുകയാണോ? സ്വർണ്ണമാല അണിഞ്ഞാൽ അതാണ് അവസ്ഥ. നരകത്തിന്റെ ഒരു തീ കഴുത്തിൽ അണിയുന്ന പോലെ. സ്വർണത്തിന്റെ മോതിരമാണെങ്കിൽ നരകത്തിന്റെ മോതിരം കയ്യിലണിഞ്ഞ പോലെ. അവിടെന്ന് പറഞ്ഞു, ഇത് പുരുഷന്മാർക്ക് അല്ലാഹു ഹറാമാക്കിയതാണ്. കാരണം എന്താ നമുക്കറിയില്ല, നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല. പുണ്യനബി വേണ്ടെന്ന് പറഞ്ഞാൽ ഖലാസ്, ഇതാണ് നമ്മുടെ അഖീദ. ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഹബീബായ നബി തങ്ങൾ എടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു, ഖുദ് ഖാതമക ഇൻസഫഅ ബി, കയ്യിൽ അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ മോതിരം കൊണ്ടുപോയി വിറ്റാ കാശ് കിട്ടൂലേ, നീ ആ മോതിരം എടുത്ത് പോയിക്കോ, തങ്ങൾ പോയില്ലേ എന്ന് കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞപ്പോ, فما مرت علي ليلة منذ سمعت رسول الله صلى الله عليه وسلم, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചെയ്യില്ല. ലാ വല്ലാഹ് ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹ്, നബി തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞത് ഇനി ഞാൻ എടുക്കൂല. അതെടുത്തു വേണേ വിൽക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ റസൂൽ എൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എറിഞ്ഞില്ലേ, അത് ഞാൻ തൊടില്ല, എനിക്കത് വേണ്ട. വേണ്ടവരെടുത്തോട്ടെ, എനിക്കത് വേണ്ട. ഇങ്ങനെ തോന്നണമെങ്കിൽ എത്ര ഈമാൻ വേണം മുമ്പിനെ, എത്ര ഈമാൻ വേണം. കാരണം കയ്യിലെ ഒരു മോതിര സ്വർണ്ണല്ലേ, അത് അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് കൊണ്ടുപോയി വിൽക്കാം, മക്കൾക്ക് എന്തെങ്കിലും ആഭരണമാക്കി കൊടുക്കാം, അതൊക്കെ ചെയ്യാലോ. പക്ഷേ നബി തങ്ങൾ എറിഞ്ഞതല്ലേ, എനിക്കത് വേണ്ട. ഇതാണ് ഹബീബായ നബി തങ്ങളും അല്ലാഹും പറഞ്ഞതിനെ മനസാ വാച അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, നബിയേ യഅഹദ് ഇലയ്യ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരയണമേ. അവരാ ചോദിച്ചതേ അല്ലാഹു ചോദിപ്പിച്ചതാണ്. ആ കിട്ടിയ ഉത്തരം എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കുമായി അല്ലാഹു നൽകുന്ന ഉത്തരമാണ്. തങ്ങളോട് ഒരാൾ ചോദിക്കുക, അയാൾക്ക് മാത്രമല്ല, അത് മാത്രമായി ഖാസാണ് എന്ന് വേറെ ദലീൽ കൊണ്ട് തെളിയണം, അല്ലെങ്കിൽ അത് ആമാണ്. യഅഹദ് ഇലയ്യ യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട്, നബിയേ എനിക്ക് ഒരു ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ. തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ലാ തസുബ്ബന്ന അഹദാ, ഒരാളെയും ചീത്ത വിളിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും മോശപ്പെടുത്തി പറയരുത്. ലാ തസുബ്ബന്ന അഹദാ. അദ്ദേഹം പറയാണ്, ഫമാ സബബ്തു ബഅദഹു ഹുർറൻ വലാ അബ്ദൻ വലാ ബഈറൻ വലാ ഷാ. പുണ്യനബി ആരെയും ചീത്ത പറയരുത്, ഒന്നിനെയും ചീത്ത പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു അടിമയെയോ അടിമയല്ലാത്ത സ്വതന്ത്രനായ മനുഷ്യനെയോ ഒരു ഒട്ടകത്തെയോ ആടിനെ പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. അത് ഒന്നിനെന്ന് പറഞ്ഞത് പെട്ടല്ലോ. വാഹനം ഇപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ബൈക്കിനെ 4 ചീത്ത വിളിക്കുക. അന്നത്തെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വാഹനമാണ്, ആടവരുടെ വരുമാനമാണ്. നമ്മളിപ്പോൾ ലോക്ക് തുറന്നില്ലെങ്കിൽ ചീത്ത വിളിക്കാൻ തോന്നും. ചിലപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറണ്ട് പോയി, അപ്പോൾ ചീത്ത വിളിക്കാൻ തോന്നും കറണ്ട് ഓഫീസറെ. ഒന്നും പറയരുത്. ലാ തസുബ്ബന്ന അഹദ, ഒരാളും ചീത്ത പറയണം. ചീത്ത പറഞ്ഞാൽ അയാൾ കേൾക്കും, അത് കേട്ടിട്ട് അയാൾക്ക് വിഷമാവുക എന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നന്നാവുണ്ടോ? നന്നാവാൻ തൗഫീഖുള്ളൂ, അത് കേട്ടാൽ തന്നെ നന്നാവും. അല്ലാത്തതുകൊണ്ട് ചെവിൽ എത്ര പറഞ്ഞെടുത്തിട്ട് എന്താ നന്നാവുമോ? ഒരിക്കലും നന്നാവില്ല. അങ്ങനെയാണ് ചില സ്വഭാവങ്ങൾ, എങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നാ തങ്ങൾ പറഞ്ഞു. ഒരു മല പർവ്വതം അങ്ങ് സ്ഥലത്ത് നിന്ന് നീങ്ങിയാൽ നീങ്ങിയിട്ടുണ്ട് നിങ്ങൾ വേണേൽ വിശ്വസിച്ചോളൂ. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജന്മനാ ഉള്ള സ്വഭാവം, ഇപ്പോൾ മൂക്കത്ത് ദേഷ്യമുള്ള ആളാണ് ചിലപ്പോൾ അങ്ങനെ പറയും അല്ലേ, നല്ല ശുണ്ഠിയുള്ള ആളാന്ന് പറയും. അതൊക്കെ മാറിപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഉംറഞ്ഞ് വന്നപ്പോൾ നോക്കിക്കോ, 2 ആഴ്ച കഴിഞ്ഞ സ്വഭാവം ശരിക്കും കാണാം. എന്തേ? ആ സ്വഭാവം മാറാനിടയില്ല. തങ്ങൾ പറയാം, പർവ്വതം നീങ്ങി. മൗവല് പർവ്വതം ഉണ്ടോ? ഇല്ലല്ലോ. മലകളൊന്നും ഇല്ലല്ലോ, കുന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു കുന്നവിടെ കുണിയിലുണ്ടാവും. പഴിച്ചാ കുന്നും മലയൊന്നും ആയിട്ടില്ലല്ലേ, പണത്തൂർ പോണ്ടി വരും. ഏതെങ്കിലും ഒരു മലയോ ഒരു പർവ്വതമോ ഒരു കുന്നോ ആ സ്ഥലത്ത് നിന്ന് നീങ്ങിയിട്ട് ഇപ്പോൾ പാണത്തൂരത്ത് ആ മല വന്നിട്ട് ഇപ്പം പിന്നെ മാവുങ്കാലിൽ എത്തിയിട്ടുണ്ട് എന്നങ്ങനെ പറഞ്ഞാൽ, മാവുങ്കാൽ എന്നല്ല പറയല്, വേണമെങ്കിൽ വിശ്വസിക്കാം, സംഭവിച്ചുകൊണ്ടല്ല തങ്ങൾ പറയാ. എന്നാലും ഒരു മനുഷ്യൻ്റെ പ്രകൃതിയുള്ള സ്വഭാവം മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ. ഫലാ തുസദ്ദിഖൂ. ചില ആളുകൾ അങ്ങനെയാണ്, മജ്ബൂലിങ്ങളാണ്. എന്തേ? അവർക്കൊരിക്കലും ആ സ്വഭാവം മാറ്റണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ മാറുക? പിന്നെ മാറില്ല എന്നാ. പർവ്വതം മാറിയാലും ചില സ്വഭാവം മാറൂല. അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അവർ ചീത്ത പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവർ നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റില്ല. ചീത്ത പറഞ്ഞ് നമ്മുടെ അമല് പോകാന്നല്ലാണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു പണിയെടുക്കാതെ കൂലി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല മാർഗത ഈപത്തും ആരെങ്കിലും നമ്മളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഓല് ചെയ്ത സ്വലാത്തും ഓല് ചൊല്ലിയ ദിക്റും ഓല് ചെയ്ത സുന്നത്ത് നിസ്കാരവും സുന്നത്ത് നോമ്പും ഒക്കെ നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. എന്തൊരു നല്ല കാര്യമാണ്. അത്ര നല്ല കൂലിയുള്ള സംഭവം വേറെണ്ട. ഇത്ര എളുപ്പത്തിൽ കിട്ടുന്നത്. ഒരു പണിയെടുക്കാതെ ഇരിക്കുകയാണ്, നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട്. എന്താ? നമ്മളെപ്പറ്റി ആരൊക്കെ ചീത്ത പറയുന്നുണ്ടോ അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ചെയ്തതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ചെന്ന് നോക്കുമ്പോൾ ബാങ്ക് മാനേജർ പറയും അക്കൗണ്ടിലൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഉംറ ചെയ്തതോ, എൻ്റെ നിസ്കാരോ, ഞാൻ വ്യാഴം തിങ്കളൊക്കെ സുന്നത്തോട്ട് ആളാണല്ലോ, ഞാൻ ദിക്റിനും സ്വലാത്തിനും മൗലിദിനൊക്കെ പോയാൽ അതൊക്കെ ഇവിടെ ഒക്കെ പോയല്ലോ, ആരോ വലിച്ചുകൊണ്ടിട്ടുണ്ട്, ചെക്ക് എടുത്തിട്ടുണ്ട്. കാണൂല, അക്കൗണ്ടിൽ സാധനം ഉണ്ടാവില്ല പരലോകത്തേക്ക്. അപ്പോൾ ഈ പറഞ്ഞ നാവിൻ്റെ സുഖം ഉണ്ടല്ലോ, അങ്ങനെ ചീത്ത പറയുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ എഴുതി വിടുമ്പോൾ ആ കയ്യിന് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അങ്ങനെ ചീത്ത പറഞ്ഞ് ആ സുഖം ഉണ്ടാവുള്ളൂ. നാളെ പരലോകത്തേക്ക് ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ പോയിട്ടുണ്ടാവും. ബ്ലാങ്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ലാ തസുബ്ബന്ന അഹദ, ആരെയും ചീത്ത പറയരുത് എന്ന് പുണ്യനബി. അത് പറഞ്ഞതിന് ശേഷം ഒരു മൃഗത്തെപ്പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് സ്വഹാബി പറയാം. ഒരു മൃഗത്തെപ്പോലും ഞാൻ ചീത്ത പറഞ്ഞില്ല. ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഒരു മൃഗത്തെപ്പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല.
മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ബിഹി യബീതു 3 ലയാലിൻ ഇല്ലാ വവസിയതുഹു ഇൻദഹു മക്തൂബ. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസിനെ കുറിച്ച് പറയുകയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ വസിയ്യത്ത് എഴുതി വെക്കാൻ പറഞ്ഞൊരു ഹദീസുണ്ട്. വസിയ്യത്തിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വന്തം കിടക്കുന്ന കട്ടിലുള്ളൂ, 2 സെൻറ്റ് ഭൂമിയുള്ളൂ, അതുമില്ല, എന്തെങ്കിലും കയ്യിലുണ്ട്, വസിയ്യത്ത് ചെയ്യണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഉപയോഗിക്കാം, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദീനിൻ്റെ വഴിയിലേക്ക് കൊടുക്കണമെന്നോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലേക്ക് കൊടുക്കണമെന്നോ നമുക്ക് വസിയ്യത്ത് ചെയ്യണം. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. പക്ഷെ ആ ഹദീസിനെ സംബന്ധിച്ച് ആയത്തുൽ ഇർത്ത്, അതായത് അനന്തര സ്വത്തിൻ്റെ ആയത്ത് വന്നതിന് ശേഷം ഈ വസിയ്യത്തിൻ്റെ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു എന്നാണ് അതിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പറയുക. ആ വസിയ്യത്ത് എഴുതി വെക്കൽ ആദ്യം നിർബന്ധമായിരുന്നു. പിന്നെ അനന്തര സ്വത്ത് എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന ആയത്ത് വന്നപ്പോൾ വസിയ്യത്ത് ചെയ്തില്ലെങ്കിലും അനന്തര സ്വത്തിൻ്റെ വഴിയിലേക്ക് ആ വിഷയം പോകും. വസിയ്യത്ത് ഇപ്പോഴും ചെയ്യാം. പക്ഷെ അനന്തര സ്വത്തിൻ്റെ ആയത്ത് വരുന്നതിൻ്റെ മുമ്പ് വസിയ്യത്ത് എഴുതി വെക്കൽ നിർബന്ധമായിരുന്നു. അങ്ങനെ സംഭവമുണ്ട്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, പുണ്യ നബി ഞങ്ങൾ പറഞ്ഞിരുന്നു, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ഫീഹി, വസിയ്യത്ത് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ ഒരു മുതലോ ഒരു സമ്പത്തോ ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടെങ്കിൽ യബീതു 3 ലയാലിൻ ഇല്ലാ വവസിയതുഹു ഇൻദഹു മക്തൂബ, 3 രാത്രി വരെ, 3ാമത്തെ രാത്രിയിലെങ്കിലും തലയണൻ്റെ താഴെ വസിയ്യത്ത് എഴുതി വെക്കണം. അല്ലാതെ മനുഷ്യൻ കടന്നുറങ്ങരുത്. മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ സമ്പത്തിൻ്റെ വസിയ്യത്ത് കാണപ്പെടണം. അതുകൊണ്ട് 3 രാത്രി വരെയൊക്കെ ഇന്ന് സാധനം വാങ്ങിച്ചു, 2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസമെങ്കിലും വസിയ്യത്ത് എഴുതണം. എൻ്റെ മരണശേഷം ഈ സാധനം, എൻ്റെ ഈ സ്ഥലം, എൻ്റെ ഈ മുതല്, എൻ്റെ ഈ സമ്പാദ്യം ഇന്ന നിലക്ക് ചെലവഴിക്കണം എന്ന ഒരു ഹദീസുണ്ട്. അതിപ്പോഴും വസിയ്യത്ത് ചെയ്യാൻ സുന്നത്താണ്. അന്നത് നിർബന്ധമായിരുന്നു. അപ്പോൾ فما مرت علي ليلة منذ سمعت رسول الله صلى الله عليه وسلم قال ذلك إلا وعندي وصيتي. ഉമർ ബിൻ ഖത്താബ് എന്ന ധീരപുരുഷനായ ഹബീബിൻ്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മോനാണിത്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. മഹാൻ പറയാൻ, തങ്ങളത് പറഞ്ഞതിന് ശേഷം എല്ലാ രാത്രിയിലും എൻ്റെ തലയണൻ്റെ താഴെ എൻ്റെ വസിയ്യത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആര് പറയുന്നു? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു. തങ്ങൾ പറഞ്ഞില്ലേ അത് ചെയ്യണ്ട എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ. ഇനി അനന്തര സ്വത്തിൻ്റെ ആയത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങളിത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് എഴുതി വെക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ തലയണൻ്റെ താഴെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് എഴുതി വെച്ചിരുന്നു. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ കുട്ടികളിതാ വെള്ളവുമായിട്ട് വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. ചെറുപ്പക്കാരുടെ മക്കളാണ്. അല്ലാഹുവർക്കൊക്കെ നല്ല ആരോഗ്യവും ആയുസ്സും അന്തസ്സും വിദ്യാഭ്യാസവും അറിവും ഇൽമും ഒക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും കൊടുക്കും, വെള്ളം കൊടുക്കും. ഭയങ്കര കൂലി. ആരാത് സ്പോൺസർ ചെയ്ത്? ഭയങ്കര കൂലിയുള്ള പരിപാടിയാണിത്. ഈ ചൂട് കാലത്തെ വെള്ളം കുടിച്ചോളൂ, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ബിസ്മില്ലാഹി വലത്തെ കൈ കൊണ്ട് കുടിക്കുക, ഇരുന്ന് കുടിക്കുക, 3 ഇറക്കായിട്ട് കുടിക്കുക, കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറയാം. ഇതിലൊക്കെ കൂലിയാണ്. അൽഹംദുലില്ലാഹ്. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ വലിയ പ്രതിഫലമാണ്. ചെറുതല്ല, വലിയ കൂലിയാണ്. എന്ന് പറഞ്ഞ പോലെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ എങ്ങനെയാണ് യഖീൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്? അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു എന്ന ഹബീബായ നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്, മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. അവരുടെ പെങ്ങളെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഒരാൾക്ക് പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. മഅഖൽ ഇബ്നു യസാർ എന്നവർ സ്വന്തം പെങ്ങളെ ഒരാൾക്ക് പുതിയാപ്പിളക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അയാളാണെങ്കിലോ ഇച്ചിരി ദേഷ്യക്കാരനാ, ഒറ്റയ്ക്ക് തൊലാക്കും ചൊല്ലി പറഞ്ഞയച്ചു. പിന്നെ അയാൾക്ക് സങ്കടമായി, വേണ്ടില്ലായിരുന്നു അവളെയൊന്ന് ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് അയാൾ 2ാമത് വിവാഹം ആലോചിച്ചു വന്നു. തൊലാക്ക് ചൊല്ലിയ പുതിയാപ്പിള വീണ്ടും അതേ പെണ്ണിനെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം. 3 തൊലാക്ക് ചൊല്ലിയിട്ടില്ല, 1 തൊലാക്കാണ് ചൊല്ലിയത്.
അപ്പോൾ ഇദ്ദൻ്റെ ഉള്ളിലാണെങ്കിൽ അയാൾക്ക് തിരിച്ചെടുക്കാം. ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിക്കാഹ് ചെയ്തിട്ടെങ്കിലും അവളെ സ്വീകരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വന്നപ്പോഴേ മഅക്കൽ എന്നവർക്ക് ഭയങ്കര സങ്കടമായി. സ്വന്തം പെങ്ങള് വലിയ ഇഷ്ടപ്പെടുന്ന പെങ്ങളാണ്. ആ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നല്ല ഇസ്സത്തുള്ളൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ അത് വെച്ച് കളിച്ചല്ലേ, അപമാനിച്ചില്ലേ, അപമാനല്ലേ സ്വന്തം പെങ്ങളെ ത്വലാഖ് ചൊല്ലി പറഞ്ഞയച്ചപ്പോൾ സങ്കടം തോന്നി മഅക്കൽ തങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞു, സൗവജ്തുക വഅക്റംതുക സുമ്മ ത്വല്ലഖത ഉഖ്തി, എൻ്റെ പെങ്ങളെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് മാത്രമല്ല വഅക്റംതുക, എത്ര മാന്യമായിട്ടാണ് ഒരു അളിയൻ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ സ്വീകരിച്ചത്, എന്ത് സൽക്കാരം ചെയ്തു, എങ്ങനെയൊക്കെ നിങ്ങളെ സൽക്കരിച്ചു, എങ്ങനെയൊക്കെ സ്നേഹിച്ചു, എന്നിട്ട് സുമ്മ ത്വല്ലഖത ഉഖ്തി, എൻ്റെ പെങ്ങളെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തല്ലേ. ലാ വല്ലാഹി ലാ തർജിഉ ഇലൈക അബദാ, ഒരിക്കലും എൻ്റെ പെങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ആ പുതിയാപ്പിളയോട്, മുമ്പ് കല്യാണം കഴിച്ചിരുന്ന അളിയനോട് പറഞ്ഞു. ത്വലാഖ് ചൊല്ലിയതിന് ശേഷം ഇനി എൻ്റെ പെങ്ങളെ കൊടുക്കൂ, തരില്ല എന്ന് പറഞ്ഞു. ത്വലാഖ് ഇല്ലതല്ലേ, ഇനി തരില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് സൂറത്തുൽ ബഖറയിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, إذا طلقتم النساء فبلغن أجلهن فلا تعذلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف وإذا طلقتم النساء, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ത്വലാഖ് ചൊല്ലിയാൽ ഫബലഗ്ന അജലഹുന്ന, ത്വലാഖ് ചൊല്ലി അതിൻ്റെ ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ വേറൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റും. അങ്ങനെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞാൽ ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന ഇദാ തറാളൗ ബൈനഹും ബിൽ മഅറൂഫ്. തൻ്റെ ആദ്യ ഭർത്താവ് 3 ത്വലാഖ് ഇവിടെ ചൊല്ലിയിട്ടില്ല. എത്ര ചൊല്ലിയിട്ടുള്ളൂ? 1 ചൊല്ലിയിട്ടുള്ളൂ. ആ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ ഒരു സാഹചര്യമുണ്ടായാൽ പിന്നെ അവളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പെണ്ണിനെ തടഞ്ഞു വെക്കരുതേ. ഫലാ തഅദുലൂഹുന്ന, ഏതെങ്കിലും ഒരു വാശിപ്പുറത്ത് ഇനി കെട്ടിച്ചേരൂല എന്ന് പറയരുതേ എന്ന് അള്ളാഹു ആയത്തിറങ്ങിയപ്പോൾ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സംഅൻ ലിറബ്ബി വതാഅ, സംഅൻ ലിറബ്ബി വതാഅ, എൻ്റെ റബ്ബിനെ ഞാൻ അനുസരിച്ചു, എൻ്റെ റബ്ബ് പറഞ്ഞത് ഞാൻ കേട്ടു. എന്നിട്ട് തൻ്റെ അളിയനെ വിളിച്ചു, പഴയ അളിയനെ, ഉസൗവിജുക വ ഉക്രിമുക, എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു തരാമെന്ന് മാത്രമല്ല വ ഉക്രിമുക, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആ പുതിയാപ്പിളക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. എന്തേ? അല്ലാഹു പറഞ്ഞില്ലേ, മതി 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 മതി. വിഷമുള്ള വിഷയങ്ങളാണ്, പക്ഷേ അല്ലാഹുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ പിന്നെ ഒന്നും എനിക്ക് വേണ്ട. ജുലൈബീബ് റളിയല്ലാഹു അൻഹു കാണാൻ ഭംഗിയില്ലാതിരുന്നൊരു സ്വഹാബിയുടെ കല്യാണത്തിൻ്റെ കഥ നമ്മൾ കേട്ടവരാണ്, പലവൂര് കേട്ടവരാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്നു. കാന ദമീമൻ, ദമീം എന്ന് പറഞ്ഞാൽ കാണാൻ തീരെ കൊള്ളാത്ത ആള് എന്ന ആ വാക്കിൻ്റെ അർത്ഥം ദമീം. കാന ദമീമൻ, ജുലൈബീബ് എന്നവരെങ്ങനെയാണ്? മുഖത്തൊരുപാട് കുഴികളും മുഴകളും, കറുത്തവർഗക്കാരനും അടിമയുമൊക്കെയായിരുന്ന ജുലൈബീബ് എന്നവർ. വലിയ സമ്പത്തൊന്നുമില്ല, അടിമയാണ്, ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, ജുലൈബീബേ, നിങ്ങളൊരു യുവാവല്ലേ, ചെറുപ്പക്കാരനല്ലേ, കല്യാണം കഴിക്കണ്ടേ? പൊന്നാര നബി, എനിക്കൊക്കെ ആര് കല്യാണം കഴിച്ചു തരാനാ? ആരെനിക്ക് കല്യാണം കഴിച്ചു തരാനാ? എന്നെ പുതിയാപ്പിളാക്കി എടുക്കേ. അപ്പോൾ തങ്ങൾ ഭയങ്കര വിഷമായി. ഒരാളങ്ങനെ ചിന്തിക്കുമ്പോൾ വിഷമല്ലേ? കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആരും കല്യാണം കഴിച്ച് തരൂല എന്ന് ചിന്തിക്കുകയാണ്. അല്ലാഹ് തങ്ങൾ പറഞ്ഞു, ഉസൗവിജുക, നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു തരും. യാ അല്ലാഹ്, അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവരുടെ കൂടെയാണ്, മിസ്കീന്മാരുടെ കൂടെയായിരുന്നു ഹബീബ്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞതാ, മദീനയുടെ പരിസരത്തുള്ള എല്ലാ മിസ്കീന്മാരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, പാവപ്പെട്ട ആളുകളെ മുഴുവൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മിസ്കീന്മാർ മുഴുവൻ വന്നു.
തങ്ങൾ പറഞ്ഞു, ഇന്നമാ തുർസഖൂന ബിദുഅഫായിക്കും, ഈ പാവപ്പെട്ട മനുഷ്യർ കാരണമാണ് ഈ നാട്ടിൽ അല്ലാഹു നിഅമത്ത് തരുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാണ്, അവരുടെ ഈമാനിന്റെ തെളിച്ചം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവരോടൊപ്പമാണ്, എനിക്കവരെ ഇഷ്ടമാണ്. അല്ലാഹുമ്മ ഇന്നി ഹബ്ബിബി ഇലയ്യ ഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിന് ഇഷ്ടമാക്കണമേ എന്ന് ദുആ ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ മാതൃകയാണ്. മിസ്കീന്മാരെ അധികമൊന്നും ഇഷ്ടപ്പെടാൻ കഴിയില്ല. മനുഷ്യ പ്രകൃതം വെച്ച് നോക്കുമ്പോൾ അതേ കാറ്റഗറി ആകുമ്പോൾ അത് ഇച്ചിരി കാറ്റഗറി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആളുകളൊന്നും കണ്ണ് കാണാത്ത പോലെയാവും. ചില ആളുകൾക്ക് സമ്പത്ത് കിട്ടിയ അങ്ങനെ മിസ്കീനായി ജീവിച്ചപ്പോൾ നല്ല മനുഷ്യനാ, പൈസ കിട്ടിയപ്പോൾ എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും സ്വഭാവം മാറിയത് കണ്ടില്ലേ, അങ്ങനെ പറയുന്ന നാട്ടുകാരില്ലേ. ചില ആളുകളെ സംബന്ധിച്ച് പറയും, നല്ല ചെറുക്കനായിരുന്നു, പൈസ കൈ കിട്ടിയപ്പോഴേ ഇപ്പം നിലല്ല, നമ്മളെ മൗലരെ നോക്കണ പോലുമില്ല. പോലെ ചങ്ങായിമാരൊക്കെ കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരത്തോ അവിടെയൊക്കെ ഉള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും അവന് പറ്റിയ ഫ്രണ്ട്സൊന്നും ഇല്ല. എന്തേ, കിടപിടിക്കുന്ന ആൾക്കാരെ കാണുന്നില്ല. അങ്ങനെ കൂടെയുള്ള ആളുകളെ ചെറിയ കണ്ണുകൊണ്ട് നോക്കുന്ന അവസ്ഥ ഒന്നും അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടം. അവരൊക്കെ പിന്നെ താഴേക്ക് വരും, ആ പോയ പോക്കിങ് താഴേക്ക് അല്ലാഹു കൊണ്ടുവരും. ഇത് പരീക്ഷിക്കാൻ കൊടുക്കണതാ, എന്താ അവൻ ചെയ്യാൻ. മിസ്കീന്മാരെ നബിക്ക് ഇഷ്ടമാണ്. ജുലൈബീബ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ജുലൈബീബേ, നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തിത്തരും, നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തിത്തരും. മിസ്കീന്മാരായ ആളുകളുടെ കല്യാണം കഴിച്ചു കൊടുക്കും. അൽഹംദുലില്ലാഹ്. വിവാഹ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും നടത്താറുണ്ട്. അൽഹംദുലില്ലാഹ്. അമ്പായച്ചൻ്റെ മോളെ കല്യാണത്തിനല്ലേ കുറച്ച് അല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു പാവപ്പെട്ട ഒരു കുട്ടീനെങ്കിലും 10 കുട്ടീനെ 5 കുട്ടിയെ നമ്മളെ വിവാഹങ്ങളിലേക്ക് നമ്മൾ ചെലവഴിക്കുന്ന സമ്പാദ്യത്തിൻ്റെ നേർപകുതിയിൽ താഴെ മതിയാവും 2-3 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. അൽഹംദുലില്ലാഹ്. അത്തരം നന്മകൾ ചെയ്ത മഹത്തുക്കൾ നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുണ്ട് അങ്ങനെ സമൂഹ വിവാഹങ്ങളൊക്കെ. നിയ്യത്ത് നന്നാവണേ, പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യരുത്. ഫോട്ടോ ഒക്കെ വരും പത്രത്തിലൊക്കെ, വാട്സപ്പിലും വരും, സ്റ്റാറ്റസും ഫേസ്ബുക്കിലൊക്കെ വരും. നാളെ പരലോകത്തേക്ക് ഉണ്ടാവില്ല, അതുണ്ടാവുക. നിയ്യത്ത് അതാണെങ്കിൽ കല്യാണമൊക്കെ ജോറായിട്ട് നടക്കും, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും. ആയിക്കോട്ടെ, ഉള്ളത് ക്വാളിറ്റി മതി. നമ്മൾ ഈ ഒരു സദസ്സിൽ ഒരു 10 ആൾ ഇരുന്നാൽ തന്നെ ഈമാനുള്ള 10 ആൾ വരലായിരിക്കും 1,00,000 ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനേക്കാളും ഖൈർ. എന്തേ, അത് ക്വാളിറ്റി ഉള്ള നല്ല മനുഷ്യന്മാർ, അവർ വേറൊന്നും ലക്ഷീകരിക്കുന്നില്ല. അള്ളാഹു നിങ്ങളുടെ ഈ ത്യാഗം സ്വീകരിക്കട്ടെ. ഞാൻ പറയും, നിങ്ങൾ ഈ ചൂടത്തിരിക്കണം. ഞാനിപ്പോൾ ഒരു വേദ കേൾക്കേണ്ട ഒരാളാണെങ്കിൽ ഒരു പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല, ചൂടാണല്ലോ, പറ്റൂല, പഠിച്ചവനെ നാളെ നീരക്കം പിടിക്കുമല്ലോ എന്നെങ്കിലും വിചാരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ത്യാഗം, ഇത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് വന്നിരുന്നതാണ്. അൽഹംദുലില്ലാഹ്. അതിനെ ഞാൻ വളരെയധികം നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ഈ ത്യാഗത്തിന് അർഹമായ നന്ദി ഞാനല്ല, അള്ളാഹു നിങ്ങളോട് നന്ദി ചെയ്യുന്നു. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാന സഅയുക്കും മഷ്കൂറാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ക്വാളിറ്റി ഉള്ളവരാണ്, ക്വാളിറ്റി ക്രൗഡ്. ഇപ്പം നല്ല ഒരു സംവിധാനങ്ങളും കാര്യവും ഏശയ്ക്ക് വെച്ച വലിയ ബന്ധലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നെന്ന് വരും. പക്ഷേ ഈമാനിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ, അതുകൊണ്ടാണ് നിങ്ങളിങ്ങോട്ട് എത്തിയത്. അത് ക്വാളിറ്റിയാണ്. ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതും അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്, ജുലൈബീബേ, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. അൻസ്വാരി പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് മരണപ്പെട്ട വിവരം നബി തങ്ങൾക്കറിയാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജുലൈബീബേ, അൻസ്വാരികൾപ്പെട്ട പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലിൻ. ചരിത്രം മുമ്പ് പറഞ്ഞ വിഷയമാണ്, അതുകൊണ്ട് ഞാനത് ദീർഘിപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ പെണ്ണിൻ്റെ വാപ്പയോട് ചെന്ന് പറഞ്ഞു, പുണ്യ നബി തങ്ങളൊരു കല്യാണ വിവരം പറഞ്ഞിട്ടുണ്ട്, വിവാഹാലോചന ചെയ്തിട്ടുണ്ട്, നബിയുടെ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ മോൾക്ക്. അതെയോ, കല്യാണം കഴിച്ചു കൊടുക്കോ? പിന്നെ നബി തങ്ങൾ പറഞ്ഞ പിന്നെ എന്താ പിന്നെ അവിടെ എന്ന് ചോദിച്ചു വാപ്പ. ആരാ പുതിയ പിള്ള? അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അല്ലോ, ജുലൈബി നീയോ? എൻ്റെ മോൾക്കോ? അൻസ്വാരി പെണ്ണുങ്ങളിൽപ്പെട്ട തറവാടുള്ള എൻ്റെ മോൾക്ക് നിന്നെയാണോ? കാര്യം പറയും. നബി തങ്ങൾ നിന്നെയാണോ പറഞ്ഞയച്ചത്? അതെ, എന്നെ പുതിയാപ്പിളയെ പറഞ്ഞയച്ചതാ, എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അവിടെ ഇരിക്കട്ടോ, ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ മോള് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഉള്ളിന്ന്. ഭാര്യ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, ആദ്യം സസ്പെൻസ് ആക്കി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ട് പെണ്ണെ, നിൻ്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കല്ലേ? ആരാ? ആയിക്കോട്ടെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രപ്പോസലോ? മാഷാ അല്ലാഹ്, അഹ്ലൻ വസഹ്ലൻ. ആരാ?
ജുലൈബി. പടച്ചോനെ, ജുലൈബി വല്ലാത്ത ആരും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഉമ്മ. വാപ്പാക്കും വേണ്ട, ഉമ്മാക്കും വേണ്ട. പക്ഷെ ഈ മോള് നല്ല മോളാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. വാപ്പി ഉമ്മാക്ക് വല്ല ഈമാനൊന്നും വല്ല ഉഷാറില്ലെങ്കിലും മക്കൾക്ക് നല്ല ഈമാൻ കാണും. മോളിങ്ങനെ ഉള്ളെന്ന് കേട്ടിട്ടുണ്ട്. ഉമ്മാ ഉപ്പാ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് ജുലൈബീബിൻ്റെ മുഖത്ത് നോക്കി, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാണോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞയച്ചതല്ലേ അത്? ഉമ്മാ, നിങ്ങൾ കേട്ടില്ലയോ ഖുർആൻ പറയുന്നത്, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹും അവൻ്റെ റസൂലും ഒരു വിഷയം തീരുമാനിച്ച് ഉറപ്പിച്ചാൽ പിന്നെ നിങ്ങളാരും സ്വന്തഷ്ടം ചെയ്യരുത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടമാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞത് കേട്ടില്ല ഉമ്മാ? ജുലൈബീബി എത്ര ഭംഗിയില്ലെങ്കിലും റസൂലുള്ളാഹി കൊണ്ടുവന്ന ബന്ധമാണെങ്കിൽ എനിക്കത് മതി, എനിക്കത് പൊരുത്തമാണ്. സവ്വിജ്നീഹി, ആ ജുലൈബിനെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിച്ചോളൂ ഉമ്മാ ഉപ്പാ, എനിക്ക് പൊരുത്തമാണ്. അതാണ് അൻസാരി പെണ്ണ്, അതാണ് യഖീൻ. അള്ളാഹുവിനോടും ഹബീബിനോടുമുള്ള സമ്മതപ്പെടലാണത്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷാഫി ഇമാമിന്റെ ശിഷ്യൽപ്പെട്ട ഇമാമുൽ ഹുമൈദി തങ്ങൾ പറയുന്നുണ്ട്, സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. ആ മനുഷ്യൻ ഒരു മസ്അല ചോദിച്ചു ഇമാമിനോട്, ഷാഫിഈ തങ്ങളോട്. ഇമാം ഷാഫിഈ തങ്ങളുടെ മഖാം കിടക്കുന്നത് പരിശുദ്ധമായ ഖൈറോയുടെ പ്രധാന ഭാഗത്താണ്. അവിടുത്തെ വലിയൊരു ജുബ്ബാന, വലിയ ഖബർസ്ഥാനുണ്ട് ഖൈറോ നഗരത്തിൽ. ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ പോയവരുണ്ട്, സമരം പോയിട്ടുണ്ടാവും. ഇമാം ഷാഫിഈ തങ്ങൾ അവിടെയാണ്. അവിടെ ഉസ്താദുണ്ട്, വഖീഅ ഇബ്നുൽ ജറാഹ്. ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി. വഖീഅ തങ്ങളുടെ മഖാം അവിടെ തന്നെയാണ്. അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ കിടക്കുന്നതും ഈജിപ്തിലാണ്. ഷാദുലി ത്വരീഖത്തിൻ്റെ ഇമാം കിടക്കുന്നത് അവിടെയാണ്. അബുൽ അബ്ബാസിൽ മിർസി ഇവിടെ ബുർദ പാരായണം നടത്തിയില്ലേ ബുസരി ഇമാമിൻ്റെ, ആ ബുസരി ഇമാം കിടക്കുന്നത് ഈജിപ്തിലെ, പക്ഷേ കൈറോയിലല്ല, അലക്സാൻഡ്രിയയിൽ. ഒരുപാട് മഹാന്മാരുള്ള നാടാണ്. ഇരിക്കട്ടെ. ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കദാ വകദാ, ആ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിധി ഇന്നതാണ്. ഇത്രങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, വമാ തഖൂലു അൻത. അയാൾ വലിയ അബദ്ധമാണ് ചോദിക്കുന്നത്. എന്നാലും നിങ്ങളെ അഭിപ്രായം എന്താണ്? പഠിച്ചോനെ, ഇമാം ഷാഫി തങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം എന്നതാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഷാഫിമാനടുത്ത് ഇമാം ഷാഫി തങ്ങൾ, നീ എന്താ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഖനീസയിലാണെന്നാണെന്ന് വിചാരിച്ച്. ഖനീസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദേവാലയം. ഞാൻ നിൽക്കുന്നത് ഫീ ദൈരിൻ, ജൂതന്മാരുടെ മഠത്തിലാണെന്നാണ് നീ വിചാരിക്കണത്? അള്ളാഹിന്റെ മസ്ജിദിലല്ലേ ഇരിക്കണത്? എൻ്റെ കഴുത്തിൽ നീ ഒരു ജന്നാറ് കണ്ടോ എന്ന് പറഞ്ഞാൽ അന്നത്തെ നിരീശ്വരവാദികൾ അണിഞ്ഞിരുന്ന ഒരു പ്രത്യേകതരം കല്ലിൻ്റെ ഒരു മാലുണ്ട്. അതിട്ടാൽ നിരീശ്വരവാദികളാണ് അവിടെ എടുക്കുന്നത്. അതാണോ ഞാൻ എൻ്റെ കഴുത്തിൽ നീ കാണുന്നത്? അഖൂലു ലക ഖദാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിധി ഇന്നതാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ നീ എന്നോട് ചോദിക്കുക, മാ തഖൂലു അൻത, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതിനപ്പുറം പറയാൻ ഷാഫിഈക്ക് പറ്റുമോ? റസൂലുള്ളാഹി പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞു തരൂ, അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റുമോ? അതാണ് മദ്ഹബിൻ്റെ ഇമാമുമാർ. ഇത് മദ്ഹബിനെ നിഷേധിക്കുന്ന ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ കേട്ടോ. അല്ലാതെ ഈ നിർബന്ധം വാശിയും പിടിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം തിരിഞ്ഞു എന്ന് പറയുന്നവരോടല്ലേ. എന്താണ് മദ്ഹബ് എന്നറിയാത്തവർ. ഞാൻ മുസ്ലിമാണ്, ഷാഫിയും ഹനഫിയും എന്നല്ല, ഞാൻ മുസ്ലിം, നമ്മളൊക്കെ മുസ്ലിം തന്നെ. ഇമാം ഷാഫി തങ്ങളും മുസ്ലിമാണ്, അബൂ ഹനീഫ തങ്ങളും മുസ്ലിമാണ്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും മുസ്ലിമാണ്, ഇമാം മാലിക് ബിൻ അനസ് തങ്ങളും മുസ്ലിമീങ്ങൾ. ഇവരൊക്കെ ഹിജറയുടെ 2-3 നൂറ്റാണ്ടിൽ കഴിഞ്ഞ, ഏറ്റവും നല്ല നൂറ്റാണ്ടിൽ കഴിഞ്ഞ മഹാന്മാരാണ്. അവർ വിധി പറഞ്ഞത് സ്വന്തം അഭിപ്രായമല്ല, ഹദീസിലും ഖുർആനിലും അവഗാഹം നേടി അവർ മനസ്സിലാക്കിയതായി പറഞ്ഞുതരാം. അതാണ് ഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ. ആ വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലായ ആശയം മുജ്തഹിദായ ഒരു ഇമാമിൻ്റെ അഭിപ്രായം എന്നതിനർത്ഥമുള്ളൂ. ഇമാം ഷാഫി ഞങ്ങൾ അനുസരിക്കില്ല. ഒരു ഇബ്നു ഉസൈമീൻ ഇങ്ങനെ പറഞ്ഞു, ഇബ്നു ബാസിൻ്റെ മസല എന്നതാ, ഇബ്നു തൈമിയ്യ, പിന്നെ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും അവർ ഇത്തിബാ ചെയ്യും. പക്ഷേ
ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അവർ പറഞ്ഞതിന് അവർ തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അല്പം പറയും ബുഖാരി ഇമാമിൻ്റെ ഹദീസിലുണ്ടല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റിവായത്ത് റസൂലുള്ളാഹി തങ്ങൾ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ റമളാനിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തായിരുന്നു എന്ന് പറയുന്ന ഹദീസിൻ്റെ ആശയം എന്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനവും നോക്കാതെ ഇവരെന്താ പറയും, ഹദീസ് ഇതാ പേജ് നമ്പർ ഇതാ ഇത് സ്വഹീഹുൽ ബുഖാരിയാണ്, ഇതിനെതിരാ പോയി പറയുന്നത് 20. പൊന്നു ചങ്ങാതി, ഈ ഹദീസും ഇതിനപ്പുറമുള്ള ഹദീസും കണ്ടവരാണ് ഇമാം മാലിക് എന്നവരും ഇമാം ഷാഫിഈ തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ എന്നവരും. ഹദീസ് ബുഖാരി ഇമാമ വരുന്ന തന്നെ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയും കാലശേഷമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ പറഞ്ഞ വിഷയത്തിൽ തറാവീഹിൻ്റെ റക്അത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് വസ്വാസ് ഉണ്ടാക്കിയ എല്ലാ കൊല്ലമുണ്ട്. ഈ റമളാനിലും കണ്ടല്ലോ ഒരു ചങ്ങാൻ്റെ വീഡിയോ വന്നിരുന്നു. ഒരു ഉസ്താദ് എന്തോ ഒരു പണ്ഡിതനാന്ന് തോന്നുന്നു, ആ വേഷത്തിൽ ബുഖാരി ഇമാമെന്ന് ബുഖാരിയൊക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധുക്കളും മനുഷ്യന്മാർ ചോദിക്കല്ലോ, അല്ലോ ബുഖാരി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ കളിക്കുന്നത്? വിവരമില്ലാത്തത് കൊണ്ടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ആ ഹദീസല്ല, അതിനോടനുബന്ധമായ നൂറുകണക്കിന് സംഭവങ്ങളെ ഹദീസുകളെ പഠിച്ചതിന് ശേഷമാണ് 4 ഇമാമിങ്ങളും തറാവീഹ് 20 എന്ന് പറഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞതിൽ? റമളാനിലും അല്ലാത്തപ്പോഴും. ഇപ്പോൾ തന്നെ മനസ്സിലായി റമളാനിലെ തറാവീഹിനെ കുറിച്ചല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അല്ലെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ വിഷയത്തിൽ മഹദിക്ക് അറിഞ്ഞ വിഷയം അത്രയേ ഉള്ളൂ. കാരണം റമളാനിലും അല്ലാത്തപ്പോഴും പറഞ്ഞില്ലേ, റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടാ? തറാവീഹിൻ്റെ ബാബിലാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരും. ഹദീസ് പണ്ഡിതന്മാർ അവരെന്താണോ അവർക്ക് ലഭിക്കുന്ന ഹദീസ് സ്വഹീഹായി ലഭിക്കുന്നത്, ഹസനായി ലഭിക്കുന്നത്, അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്, ആ ഹദീസ് അവർ ഉദ്ധരിക്കും. പക്ഷേ മസ്അല പറയുന്നത് ഹദീസ് പണ്ഡിതന്മാരല്ല, മസ്അല പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാ. അവർക്കത് ഇടപെടാൻ കഴിയൂ. അവർ പറയും 20 റക്അത്താണ്, പിന്നെ എങ്ങനെയാണ് അത് ശരിക്കുക? നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇമാം ഷാഫി തങ്ങൾ ഇവിടെ ആ മനുഷ്യനോട് പറയാം, ഞാൻ അള്ളാഹിൻ്റെ റസൂൽ ഇതാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് ചോദിക്കേ. എന്ത് ചോദ്യമാണ്? ഞാനെന്താ മുസ്ലിം അല്ലെന്നാണോ നീ വിചാരിച്ചത്? ഭയങ്കര ചോദ്യമല്ലേ ചോദിച്ചത്. അപ്പോൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പ്രമാണങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ചതിന് ശേഷമാണ് തറാവീഹിൻ്റെ റക്അത്ത് 20 ആണെന്ന് 4 മദ്ഹബിൻ്റെ ഇമാം. ഇപ്പോൾ ഈ കൊറോണ വരെ മസ്ജിദുൽ ഹറാമിൽ 20 റക്അത്തല്ലേ നിസ്കരിച്ചത്? മക്കത്തും മദീനത്തും എല്ലാം വായിച്ചാൽ നിങ്ങൾ പോകുന്നല്ലേ, നമ്മളൊക്കെ പോകുന്നതല്ലേ റമളാനിൽ. കൊറോണ വന്നപ്പോൾ 10 റക്അത്ത്, 8 അള്ളാഹ് കാത്ത് 10 പിന്നെ 3 ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്ക് ഹറമിലേക്ക് നോക്കൂ, തറാവീഹ് 10 എന്ന് പറയാൻ തുടങ്ങും. അവിടെ 20 1400 കൊല്ലം 20 1400 കൊല്ലം 20. ഇപ്പം 2 കൊല്ലം മുമ്പാണ് ഇത് 10 കൊറോണ സമയത്ത് ആളുകളുടെ ഒരുമിച്ച് കൂടേണ്ട ടൈം കുറക്കാൻ വേണ്ടി. കുറേ സമയം ഒരുമിച്ച് ആളുകൾ നിൽക്കണ്ടല്ലോ, അതിന് ഹെൽത്ത് ഹസാർഡ് വരുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ എന്തുകൊണ്ടോ അവരത് ഇപ്പം അങ്ങ് തുടർന്ന് കൊണ്ടുപോകും, ചിലപ്പോൾ മാറ്റിയേക്കാം. അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ബുഖാരി ഇമാമിൻ്റെ ഹദീസ് എടുത്ത് കാണിച്ച മൂലയിൽ കാണില്ലേ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും 1400 കൊല്ലം 20 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ കാലം മുതൽ ഇക്കാലം വരെ. അപ്പോൾ അവർക്ക് ബുഖാരി ഇമാമിൻ്റെ ഹദീസൊന്നും കണ്ടിട്ടില്ല. അവർ സൗദി പണ്ഡിതന്മാർക്ക് എന്തൊന്നും കാണാത്തതുകൊണ്ടാണോ? അതും ചോദിക്കണ്ടേ? അവിടെ ഓരോന്നും കണ്ടിട്ടില്ല ഈ ഹദീസ്. ബുഖാരി ഇമാമ് സ്വലാത്തു തറാവീഹിൽ ആയിഷ ബീവിൻ്റെ ഈ ഹദീസ് 8 റക്അത്ത് + 3 11 നിസ്കരിച്ചു എന്ന് പറയുന്നത് അവരാരും കാണാത്തത് കൊണ്ടാണോ ഇത്രയും കാലം നിസ്കരിച്ചത് 20? 4 മദ്ഹബിൻ്റെ ഇമാമുമാർ അവർ ചില്ലറക്കാരല്ല. അവർ പറയുന്നത് ദീനാണ്, അവർ പറയുന്നത് സ്വന്തം ഇഷ്ടമല്ല, അവർ പറയുന്നത് ഹദീസും ഖുർആനുമാണ്. പക്ഷേ നമുക്ക് പോലും വിശദമായി ഗഹനമായി പഠിക്കാൻ ആക്സസ് ഇല്ലാത്ത വിഷയം അവരുടെ അഗാധമായ അറിവിൻ്റെ വെളിച്ചത്തിൽ അവർ പഠിച്ചെടുത്ു. അത് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു. ലോകം അതിനെ അംഗീകരിച്ചു. നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരെ പറയുന്നുള്ളൂ. ലോകത്ത് മുസ്ലിമീങ്ങളിൽ 95% എന്ന് ഞാൻ പറയട്ടെ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൂ ഈ ഒരു ഒച്ചപ്പാട്. ഒന്നും വേണ്ട, ഞങ്ങൾ മുസ്ലിമാണ്, ഷാഫി ഹനഫി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ മുസ്ലിമാണ്. നല്ല രസമല്ല, കേൾക്കാൻ രസമുള്ള വാക്കാണത്. പക്ഷെ അറിവില്ലായ്മയിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി. ഇമാം ഷാഫി തങ്ങൾ മുസ്ലിം അല്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ ബുഖാരി ഇമാമിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് സാധാരണക്കാരൻ എന്ത് ചെയ്യേണ്ട? ബുദ്ധിമുട്ടിലും വസ്വാസിലുമാക്കരുത്. അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ വിധി പറയും, നമുക്ക് വിധി പറയാൻ കഴിയില്ല. കാരണം അതിനിപ്പുറത്ത് വേറെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വരും. തമീമുദ്ദാരി തങ്ങൾ നിസ്കരിച്ചത് 20 പറയുന്ന റിവായത്തിന് എന്ത് ചെയ്യപ്പോൾ ഉമർ തങ്ങൾ നബി തങ്ങൾ ചെയ്യാത്തത് ഉമർ തങ്ങൾ ചെയ്യോ? നബി തങ്ങൾ ചെയ്യാത്തത് ഉമർ തങ്ങൾ ചെയ്ത സ്വഹാബിമാർ ഉമർ എന്നവരെ വെച്ചേക്കോ? അവിടെ
അപ്പോൾ ഉമർ തങ്ങൾ 20 എവിടുന്ന് തെളിവ് കിട്ടി? ഹബീബായ നബി തങ്ങൾ ചെയ്തത്, സ്വഹാബികൾ കണ്ടത്, അവരറിഞ്ഞത്, ആ അറിവിൽ നിന്നാണ് ഉമർ എന്നവർ തമീമുദ്ദാരി തങ്ങളെ ഇമാമ് നിർത്തി 20 റക്അത്ത് നിസ്കരിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട്. ഒറ്റ ഹദീത്ത് മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യും? വസ്വാസാക്കും. അവരറിയാത്തത് കൊണ്ട് ഞാൻ മൂപ്പരെ കുറ്റപ്പെടുത്തല്ല. മൂപ്പരുടെ ആ മനുഷ്യൻ്റെ ആ ഒരു നല്ല താടിയും ഒക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനാണ് അത് പറഞ്ഞിരുന്നത്. എനിക്ക് ആളെ പേരൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ പ്രകാരം മൂപ്പർക്ക് തോന്നിയത്, മൂപ്പർ എപ്പോഴേക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അദ്ദേഹം അത് ജനങ്ങളുമായി പങ്കുവെച്ചു. പക്ഷെ അത് ഭയങ്കര വസ്വാസം ഉണ്ടാക്കും. ഇങ്ങനെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഹദീത്തിൽ നിന്ന് ഡയറക്റ്റ് പറയാൻ കഴിയില്ല. നമ്മളിപ്പോൾ വേദ പറയുന്നുണ്ട്, കർമ്മശാസ്ത്ര നിയമങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാം, അത് ഫിഖഹിൻ്റെ കിതാബിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. ഹദീത്ത് വരും, ആ ഹദീത്തിൻ്റെ മസ്അല നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല ഒരു മദ്ഹബിൻ്റെ ഇമാമിൻ്റെ വീക്ഷണം. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് പറയാണ്. ഷാഫി ഇമാമിൻ്റെ മുമ്പിൽ വന്നിട്ട് മഹാനായ ഷാഫി തങ്ങളോട് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് ചോദിച്ച മനുഷ്യനോട് ദേഷ്യപ്പെട്ടു ഇമാം ഷാഫി തങ്ങൾ. ഞാനെന്താ ക്രിസ്ത്യാനിയോ ജൂതനോ നിരീശ്വരവാദിയോ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? അള്ളാഹിൻ്റെ പള്ളിയിലല്ലേ. ഇവിടെ നിന്ന് ഞാൻ പറയുമ്പോൾ ഖാല അല്ലാഹു വ ഖാല റസൂലുള്ളാഹ് എന്നല്ലാതെ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? എൻ്റെ സ്വന്തം അഭിപ്രായം പറയണോ എന്ന് പറഞ്ഞ മനുഷ്യനോട് ദേഷ്യപ്പെട്ടത് അല്ലാമ ഹുമൈദി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ. എന്തേ? അള്ളാഹും റസൂലും പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു. സ്വഹാബിമാരെ വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു. താബിഈങ്ങളും താബിഈങ്ങളും മുജ്തഹിദീങ്ങളായ ഇമാമുമാർ ഒരു വിഷയത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, അത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്.